നമസ്കാരം. കുടുംബങ്ങളിലും കുടുംബക്കാവുകളിലുമുള്ള യക്ഷി ആരാധനയുടെ പ്രാധാന്യവും ഗുണങ്ങളും അതിൻ്റെ രീതികളുമാണ് പറയുന്നത്. ഒട്ടേറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു സങ്കല്പമാണ് യക്ഷി. നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിരിക്കുന്ന എന്താണ്? വെള്ള വസ്ത്രമൊക്കെ ഉടുത്ത് പാട്ടുമൊക്കെ പാടി രാത്രിയിൽ ഇങ്ങനെ വൃക്ഷത്തിൽ നിന്ന് വൃക്ഷത്തിലോട്ട് കൈ കൊടുത്ത് നടക്കുന്ന ഒരു പാർട്ടിയെ ആണ് യക്ഷി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ബന്ധവുമില്ല. പരിപൂർണമായിട്ടും അങ്ങനെ കാണുന്നതെല്ലാം തെറ്റായ സങ്കല്പമാണ്. അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് ജൈനമത ആരാധന ഉണ്ടായിരുന്ന കാലം മുതലേ നിലനിന്ന് പോന്നിരുന്ന പ്രകൃതി ആരാധനയുടെ പ്രധാന സങ്കേതങ്ങളാണ് യക്ഷിക്കാവുകൾ. യക്ഷി എന്നുള്ള വാക്കിന്റെ അർത്ഥം രക്ഷിക്കുന്നവൾ എന്നാണ്. രക്ഷ നൽകുന്നവൾ ആരാണോ അവളാണ് യക്ഷി. കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി തലമുറകളായി വച്ച് ആരാധിച്ചു പോന്നിരുന്ന പരദേവതാ സങ്കല്പങ്ങൾ തന്നെയാണ് യക്ഷി എന്ന പരിഗണനയിൽ വരുന്നത്. യക്ഷിയമ്മ എന്ന പേരിൽ മിക്കവാറും എല്ലാ കുടുംബക്കാവുകളിലുമുണ്ട്. ഭദ്രകാളിയെ വെച്ച് ആരാധിക്കുന്ന എല്ലാ കുടുംബക്കാവുകളിലും യക്ഷിയമ്മ എന്ന് എഴുതി വച്ചിരിക്കുന്ന ഒരു തറയുണ്ടായിരിക്കും. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ 99% ക്ഷേത്രങ്ങളിലും യക്ഷിക്ക് പ്രത്യേകമായിട്ടൊരു കോവിലോ തറയോ ഉണ്ടായിരിക്കും. എന്താ കാരണം? ഇന്ന് ഭദ്രകാളി ക്ഷേത്രങ്ങളായി വികാസം പ്രാപിച്ചിട്ടുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു കാലത്ത് കാവുകളായിരുന്നു. ഒരു കാലഘട്ടത്തിൽ കാവുകളായിരുന്നത് നൂറ്റാണ്ടുകൾ കടന്നു പോയപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് വികാസം പ്രാപിച്ചാണ് ഭദ്രക്ഷേത്രങ്ങളായി മാറിയത്. ആ കാവുകളുടെ കാലം മുതലേ അവിടെ കുടികൊണ്ടിരുന്ന ദേവതമാരാണ് യക്ഷിമാർ. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളായിട്ടും അവിടെ യക്ഷിക്ക് പ്രത്യേകം സ്ഥാനം നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ പരദേവത, കാവൽ ദേവത സങ്കേതമാണ് യക്ഷിക്ക് കൽപ്പിച്ച് നൽകപ്പെട്ടിരിക്കുന്നത്. കുറച്ചുകൂടെ പറഞ്ഞാൽ കാവൽ ദൈവസങ്കല്പത്തിലെ മലയാള ദേശത്ത് പ്രധാനമായിട്ട് ആരാധിക്കപ്പെട്ടു പോന്നിരുന്ന ഒരു മൂർത്തി സങ്കേതമാണ് യക്ഷി. തമിഴ്നാട്ടിൽ അതിനെ ഇശക്കിയമ്മൻ എന്ന പേരിലൊക്കെ പ്രത്യേകം സ്ഥാനങ്ങളുണ്ട്. അപ്പം എന്തായാലും പരദേവതയുടെ വിഭാഗത്തിൽ വരുന്നതാണെന്ന് പറഞ്ഞു. പലപ്പോഴും ഒരു ചതുരത്തിൽ കെട്ടിയുയർത്തിയ കരിങ്കൽ തറയിൽ ഒരു കണ്ണാടി വിഗ്രഹമാണ് പലയിടത്തുമുള്ളത്. ചിലയിടങ്ങളിൽ കണ്ണാടി അല്ലാതെ വട്ടക്കല്ല് കാണാം. നമ്മൾ ദോശക്കല്ലെന്ന് പറയുന്ന രീതിയിൽ വട്ടത്തിലുള്ള ശിലാബിംബം, ഒരു പ്രത്യേക ആകൃതിയിൽ, ഏകദേശം വൃത്താകൃതിയിൽ വരുന്ന ശിലാബിംബമാണ് യക്ഷിക്ക് വിഗ്രഹ സങ്കല്പത്തിൽ നൽകിയിട്ടുള്ളത്. വറപൊടി നിവേദ്യമാണ് പ്രധാനമായിട്ടുള്ളത്. കരിക്കും വറപൊടി നിവേദ്യവുമാണ് പ്രാധാന്യം. അപൂർവം ചില സ്ഥലങ്ങളിൽ പാൽപ്പായസ നിവേദ്യവും കണ്ടിട്ടുണ്ട്. കരിമണിമാല ചാർത്തി ഒരു കറുത്ത പട്ടുതുണിയിൽ കരിവള, കൺമഷി, പൊട്ട് തുടങ്ങിയ ആടയാഭരണ വസ്തുക്കൾ കാഴ്ചയായി സമർപ്പിച്ച് വെറ്റിലപാക്ക് താമ്പൂല ദക്ഷിണ സമർപ്പിച്ച് പാൽപ്പായസ നിവേദ്യം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് ഈ യക്ഷി സങ്കേതങ്ങളിൽ പ്രധാനമായിട്ടുള്ളത്. വാസ്തവത്തിൽ കൃത്യമായി വെള്ളിയാഴ്ച തോറും പരിപൂർണ സമർപ്പണ ഭാവത്തിലുള്ള ഒരു സ്മരണ കൊണ്ട് മാത്രം പ്രസാദിക്കുന്ന ദേവതയാണ് കുടുംബയക്ഷി സങ്കല്പത്തിലുള്ളത്. അപ്പോൾ യക്ഷി തറകൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും സമ്പൂർണമായിട്ട് ഇല്ലാതാക്കി എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നതിന് ഏറ്റവും പ്രാധാന്യമുള്ള ദേവതാഭാവമാണ് യക്ഷി മൂർത്തികൾ എന്ന് അറിയുക. നമസ്കാരം.